എക്സാമിങ് അടുത്തു പോയി അല്ലേ? ഇനി നമ്മൾ വളരെ ശ്രദ്ധിച്ചു പോകണം ഓരോ ചുവടുവെപ്പും വെക്കാൻ. അതിലേറ്റവും പ്രധാനമാണ് നമ്മുടെ തലച്ചോറിനെ വളരെ കൃത്യമായി നമ്മൾ പരിപാലിക്കുക എന്നുള്ളത് അല്ലേ? തലയിൽ വെച്ചാൽ പേനരിക്കും, താഴെ വെച്ചാൽ ഉറുമ്പരിക്കും എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് നടക്കുക എന്ന് പറയില്ലേ, അതുപോലെ കൊണ്ട് നടക്കേണ്ടതാണ് ഇനി നമ്മുടെ തലച്ചോർ. കാരണം എന്താ, നമ്മുടെ എക്സാം ഹാളിൽ നമ്മൾ ഇത്രയും കാലം ചില ആളുകൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും, ചില ആൾക്കാർ ഒരുപാട് റിവൈസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ എല്ലാ നിലക്കും നമ്മൾ പ്രിപ്പേർഡായി പോയി ആ പരീക്ഷയുടെ ഏതാനും മണിക്കൂറുകൾ ആ സമയത്ത് നമ്മുടെ ഈ തലച്ചോറ് വളരെ കൃത്യമായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമല്ലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ തലച്ചോറ് കൃത്യമായി സ്റ്റോർ ചെയ്ത് വെച്ചാലല്ലേ നമ്മുടെ മെമ്മറിയിൽ അത് ഉണ്ടാവുള്ളൂ. അതിന് നമ്മൾ തലച്ചോറിനെ വളരെ കൃത്യമായി പരിപാലിക്കണം. അപ്പോൾ അതിന് വേണ്ടത്, അതിൽ ഏറ്റവും പ്രധാനമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്നുള്ളത്. നമ്മുടെ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ മെമ്മറിയെയും അതുപോലെ തന്നെ നമ്മുടെ ഉത്സാഹത്തെയും അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെയും എല്ലാം വലിയ രൂപത്തിൽ ബാധിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിലും ചെറിയ ചില ബയോ ലോകത്തെ വിശേഷങ്ങളുണ്ട്. ആ ബയോ ലോകത്തേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് നമ്മുടെ തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാർബോഹൈഡ്രേറ്റുകൾ അഥവാ ഷുഗറുകളും അതേപോലെ തന്നെ പ്രോട്ടീനുകളുമെല്ലാം നമ്മുടെ തലച്ചോറിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ തലച്ചോറിൻ്റെ കൃത്യമായ പ്രവർത്തനത്തിനും വളരെ അത്യന്താപേക്ഷികമാണ്. അതിൻ്റെ അർത്ഥം എന്താ? കാർബോഹൈഡ്രേറ്റ് വേണം അല്ലെങ്കിൽ ഷുഗർ വേണം എന്നുള്ളതിൻ്റെ അർത്ഥം എന്നാൽ പിന്നെ തലച്ചോറ് നന്നായി പ്രവർത്തിക്കട്ടെ, അതിനുവേണ്ടി കുറേ പഞ്ചസാര എടുത്ത് തിന്നാം എന്ന് വിചാരിച്ചിട്ട് കുറേ പഞ്ചസാര കഴിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മുടെ തലച്ചോറിന് കൃത്യമായ രൂപത്തിൽ കൃത്യമായ ഇടവേളകളിൽ കൺസിസ്റ്റൻ്റ് ആയിക്കൊണ്ട് കാർബോഹൈഡ്രേറ്റുകളും പ്രോട്ടീനുകളെല്ലാം കിട്ടിക്കൊണ്ടിരിക്കണം. അതിന് വേണ്ടത് സ്ലോ റിലീസിങ് കാർബോഹൈഡ്രേറ്റുകൾ സ്ലോ ആയി റിലീസ് ചെയ്യുന്ന ഫുഡുകളാണ് നമ്മൾ കഴിക്കേണ്ടത് ഏറ്റവും പ്രധാനമായിക്കൊണ്ട്. എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് നമ്മൾ ഒരു കിലോ പഞ്ചസാര എടുത്ത് കഴിച്ചാൽ എന്താ സംഭവിക്കുക? അതിൻ്റേതായ വേറെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു മാത്രമല്ല അത് ഒറ്റയടിക്ക് നമ്മുടെ ബ്ലഡിൻ്റെ ഷുഗർ ലെവൽ കൂട്ടുക എന്നല്ലാതെ അത് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് താഴോട്ട് പോവുകയും ചെയ്യും. അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. ഒറ്റയടിക്ക് അങ്ങോട്ട് കൂടുക പിന്നെ താഴുക എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മറിച്ച് കൺസിസ്റ്റൻ്റായി പതിയെ സ്ലോ ആയി കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഷുഗർ നമ്മുടെ ബ്ലഡിലേക്ക് കിട്ടുകയും അത് നമ്മുടെ തലച്ചോറിലേക്ക് എത്തുകയും ചെയ്യുന്ന ഫുഡുകൾ കഴിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ നേരം പഠിക്കുവാനും നമ്മുടെ തലച്ചോറ് വളരെ അറ്റൻറ്റീവായി നിർത്താനും നമുക്ക് സാധിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക. പൾസസ് നമ്മൾ കഴിക്കുന്നത് ഫൈബർ റിച്ച് ആയിട്ടുള്ള അത്തരത്തിലുള്ള ഒരുപാട് ഭക്ഷണങ്ങൾ നമുക്ക് ലഭ്യമാണ്. അത് നമ്മൾ കഴിക്കുക എന്നുള്ളത് പരീക്ഷാ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും, ഇതെല്ലാ കാലഘട്ടത്തിലേക്കും ബാധകമാണ്, പക്ഷേ പരീക്ഷാ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അത്തരത്തിലുള്ള ഭക്ഷണക്രമത്തിലേക്ക് നമ്മൾ പതിയെ മാറാൻ നമ്മൾ പരമാവധി ശ്രമിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഹെവിയായ ഫുഡ് കഴിക്കാതിരിക്കുക എന്നുള്ളത്. രാവിലെ ആണെങ്കിലും രാത്രി പ്രത്യേകിച്ചും ഹെവിയായ ഫുഡ് കഴിക്കുക. ഭയങ്കര ഒരുപാട് അങ്ങോട്ട് അടിച്ച് കയറ്റുക. എന്തായാലും പരീക്ഷക്കാണല്ലോ, ചില അമ്മമാരൊക്കെ ഉണ്ടാവും, എന്തായാലും എൻ്റെ മോനെ പരീക്ഷയാണല്ലോ അതുകൊണ്ട് നന്നായി ഭക്ഷണം കഴിക്കട്ടെ എന്ന് പറഞ്ഞ് ഇരുത്തി തീറ്റിക്കും. അങ്ങനെ ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുക? ഹെവിയായ ഭക്ഷണം, ഒരുപാട് ഭക്ഷണം, ബിരിയാണിയും നെയ്ച്ചോറും അല്ലെങ്കിൽ മന്തിയൊക്കെ അങ്ങോട്ട് അടിച്ച് കയറ്റിയാൽ എന്താ സംഭവിക്കുക? അപ്പോൾ നമുക്ക് സ്വാഭാവികമായും നമ്മുടെ ദഹനത്തിലേക്ക് നമ്മുടെ ശരീരത്തിൻ്റെ എനർജി പോവുകയും നമ്മുടെ ബ്രെയിന് കാര്യമായി പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ലേസി ആവുകയും ചെയ്യും. അതാണ് ഭക്ഷണം കഴിച്ചാൽ ഉറക്കം വരിക എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള പീരീഡ് ഇരുന്നാൽ പലപ്പോഴും നമുക്ക് ഉറക്കമാണ്. കാരണം എന്താ? നമ്മൾ നന്നായി അടിച്ച് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ദഹനമാണ് പ്രധാനമായും നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെയിനിന് കാര്യമായി പ്രവർത്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഹെവിയായ ഭക്ഷണം കഴിക്കാതിരിക്കുക പരമാവധി. എന്ന് വെച്ച് ഭക്ഷണമേ കഴിക്കാതിരിക്കുക എന്നാണോ? അല്ല. ഹെവി ആയത് കഴിക്കാതിരിക്കുക എന്നതോടൊപ്പം തന്നെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ത്? ലൈറ്റായ എന്നാൽ പരമാവധി റിച്ചായ ഫുഡ് കഴിക്കുക. കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എല്ലാം പരമാവധി റിച്ചായിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളത് അവിടെ വളരെ പ്രധാനമാണ്. അതിൽ നമ്മുടെ പാല്, മുട്ട പോലെയുള്ള ഭക്ഷണം, അതേപോലെ തന്നെ നട്ട്സും, അതേപോലെ തന്നെ ഫ്രൂട്ട് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ജ്യൂസ് ആയിക്കോട്ടെ, എന്നാൽ പിന്നെ നമ്മൾക്ക് കിട്ടുന്ന പാക്കറ്റിൽ കിട്ടുന്ന കുറേ ഫ്രൂട്ട് ജ്യൂസ് വാങ്ങി വെക്കുക എന്നുള്ളതല്ല, മറിച്ച് പരമാവധി ഫ്രഷായ ഫ്രൂട്ട് ജ്യൂസ് അടിച്ച് കുടിക്കുന്ന രൂപത്തിൽ തന്നെ അല്ലെങ്കിൽ ഫ്രഷ് ജ്യൂസ് അടിച്ച് കുടിക്കുന്ന രൂപത്തിൽ തന്നെ അത് വളരെ ഫലപ്രദമാകും. അതേപോലെ തന്നെ സൂപ്പുകൾ കഴിക്കുക എന്നുള്ളതും അങ്ങനെ പരമാവധി ലൈറ്റായ എന്നാൽ പരമാവധി കാർബോഹൈഡ്രേറ്റും അതേപോലെ തന്നെ പ്രോട്ടീനുകളെല്ലാം നമ്മുടെ ബ്രെയിനിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ കിട്ടുകയും വേണം. എന്നാൽ വളരെ ഹെവിയായി നമ്മൾ ലേസിനെസ്സിലേക്ക് പോകുന്നൊരവസ്ഥ ഇല്ലാതിരിക്കുവാനും നമ്മൾ കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ വളരെ പ്രധാനമാണ് നമ്മൾ ഈ എക്സാം കാലത്തെങ്കിലും പൊതുവേ തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യമാണ്. എക്സാം കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ഔട്ട്സൈഡ് ഫുഡുകളും അതുപോലെ തന്നെ ജങ്ക് ഫുഡുകളും എന്നുള്ളത്. കാരണം നമുക്കറിയാം
പലപ്പോഴും അത് പിന്നെ അതിൽ ഉപയോഗിക്കുന്ന എണ്ണയുടെ വിഷയമാണെങ്കിലും അതിൻ്റെ ഫാറ്റ് കണ്ടൻറ്റിൻ്റെ വിഷയമാണെങ്കിലും അതോടൊപ്പം തന്നെ വളരെ പ്രധാനമാണ് അതിൽ അടങ്ങിയിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഫുഡ് പോയിസൺ എന്നുള്ളത്. ഫുഡ് പോയിസൺ അടിച്ചാൽ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഇത്രയും കാലം പിന്നെ പരീക്ഷയ്ക്ക് വേണ്ടി വളരെ സ്ട്രക്ചേർഡായി പഠിച്ചു, അവസാനം നമ്മൾ ഒരു 10 ദിവസം മുമ്പ് കഴിച്ചൊരു ഫുഡിൻ്റെ അതിൽ എന്തെങ്കിലും ഒരു പോയിസൺ അടങ്ങിയതിൻ്റെ പേരിൽ അവസാനത്തൊരു 5 ദിവസം നമുക്ക് നഷ്ടമായാൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് പരമാവധി എക്സാമിനോട് അടുപ്പിച്ചിട്ടുള്ള ദിവസങ്ങളിൽ ഒരിക്കലും തന്നെ പുറത്തു നിന്നുള്ള ഫുഡോ അല്ലെങ്കിൽ ജങ്ക് ഫുഡോ നമ്മൾ കഴിക്കാതിരിക്കുക. അതിൻ്റെ പേരിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്സാമിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ വളരെ പ്രധാനമായി ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ പ്രധാനമാണ് നമ്മുടെ ബ്രെയിനിന് ഒരു പിന്നെ ഓവറായ ഒരു ലോഡ് ഇല്ലാതിരിക്കുക എന്നുള്ളത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എക്സാമിനോട് അടുപ്പിച്ചിട്ട് അവർ ഒരേ പഠിത്തമായിരിക്കും. അതുകൊണ്ട് പലപ്പോഴും ഉപകാരത്തെക്കാളേറെ ഉപദ്രവമാണ് ഉണ്ടാവുക എന്നുള്ളത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ചില ആൾക്കാർ പിന്നെ രാത്രി 12 മണി 1 മണി വരെയൊക്കെ ഇരിക്കും. ഓക്കെ, കുഴപ്പമില്ല, ആ സമയത്താണ് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നതെങ്കിൽ അതുവരെ ഇരുന്നോളൂ. എന്നിട്ടോ രാവിലെ ഒരു 5 മണി 4-5 മണി ആകുമ്പോഴേക്ക് വീണ്ടും എഴുന്നേൽക്കും. അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മറിച്ച് നമ്മുടെ തലച്ചോറിന് കൃത്യമായ റെസ്റ്റ് കൊടുക്കേണ്ടതുണ്ട്. അതിന് ഏറ്റവും പ്രധാനമാണ് ഉറക്കം എന്നുള്ളത്. ഉറക്കം വളരെ കൃത്യമായിക്കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യുക. പല ആളുകൾക്കും ഞാൻ നേരത്തെ തന്നെ ചില വീഡിയോകളിൽ പറഞ്ഞതുപോലെ പല ആളുകളുടെയും ഉറക്കത്തിൻ്റെ സമയം എന്നുള്ളത് വ്യത്യസ്തമായിരിക്കും. അല്ലെങ്കിൽ അവർക്ക് ക്വാളിറ്റി ടൈം, അവരുടെ ഏറ്റവും നന്നായി പഠിക്കാൻ പറ്റുന്ന സമയം വ്യത്യസ്തമായിരിക്കും. ചില ആളുകൾക്ക് രാത്രി എത്ര നേരം വേണമെങ്കിൽ ഇരുന്നിട്ട് വളരെ അറ്റൻറ്റീവായി പഠിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ആളുകൾ കുറച്ച് അധികം ഇരുന്നോളൂ, കുഴപ്പമില്ല. ഒരു 1 മണി വരെ ഇരുന്നാലും 2 മണി വരെ ഇരുന്നാലും കുഴപ്പമില്ല. പക്ഷേ രാവിലെ അവർ 4:30ക്കും 5 മണിക്കും എഴുന്നേറ്റ് ആ ഉറക്കം കളയുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. നിങ്ങൾ ലേറ്റ് ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ ആ നിലക്ക് തന്നെ നമ്മുടെ അലാറം കുറച്ച് അങ്ങോട്ടേക്ക് സെറ്റ് ചെയ്യുക. അതല്ല, നേരത്തെ ഉറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. എല്ലാ നിലക്കും നമ്മുടെ ആരോഗ്യത്തിനും എല്ലാ നിലക്കും നല്ലത് നേരത്തെ ഉറങ്ങുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ നേരത്തെ ഉറങ്ങുന്നവർ, ഒരു 10 മണിയാകുമ്പോൾ ഉറങ്ങുന്ന ആളുകൾ, 10:30 ആകുമ്പോൾ ഉറങ്ങുന്ന ആളുകൾ പരമാവധി നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതും ആ നേരത്തെയുള്ള ക്വാളിറ്റി ടൈമിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് നല്ലത്. പക്ഷേ അങ്ങനെ നേരത്തെ എഴുന്നേൽക്കാൻ സാധ്യതയുള്ള ഒരു 4 മണിക്ക് 4:30ക്ക് എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നേരത്തെ തന്നെ ഉറങ്ങേണ്ടതുണ്ട്. അപ്പോൾ ആ നിലക്ക് നമ്മുടെ ഉറക്കത്തിന് ഒരു മിനിമം ടൈം നമ്മൾ ഓരോരുത്തരുടെയും ആ കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും. പക്ഷേ നമ്മുടെ പഠനത്തിനും അതേപോലെ തന്നെ നമ്മുടെ അറ്റൻറ്റീവ്നെസ്സിനും ഒരു ഭംഗമാകാത്ത രൂപത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഉറക്കം നമുക്ക് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ വളരെ 1-2 മണിക്കൂർ ഉറങ്ങും, എന്നിട്ട് വീണ്ടും പഠിക്കാനിരിക്കും. പക്ഷേ ആ പഠിക്കാനിരിക്കുന്ന ആ സമയം ഒരിക്കലും നമുക്ക് ക്വാളിറ്റി ടൈമായി കിട്ടില്ല. കാരണം നമ്മൾ ആ ഉറക്കച്ചടവിലും അല്ലെങ്കിൽ അതിൻ്റേതായ പ്രശ്നങ്ങളിലും ഒക്കെ ആയിരിക്കും, നമ്മളെ ബ്രെയിൻ ഓവർലോഡായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൃത്യമായി പഠിക്കാൻ സാധ്യമല്ല. ആ സമയം നിങ്ങൾ കൃത്യമായി ഒരു കൃത്യസമയം വെച്ച് ഉറങ്ങിയതിന് ശേഷമാണ് പഠിക്കുന്നതെങ്കിൽ കുറച്ച് സമയം ഉറക്കത്തിൻ്റെ പേരിൽ പോയാൽ പോലും നമുക്ക് കിട്ടുന്ന സമയം വളരെ ക്വാളിറ്റിയോടുകൂടി നമുക്ക് പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ എക്സാം ആകുമ്പോൾ പൂർണ്ണമായി പഠനത്തിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ചെറിയ ഇടവേളകൾ നമ്മൾ കൊടുക്കണം. അത് പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ എൻ്റർടൈൻമെൻ്റ് ആയാലും അതേപോലെ തന്നെ എക്സസൈസുകളായാലും അതാണ് പരമാവധി. പിന്നെ വെറുതെ മൊബൈലും ടിവിയും കുത്തി ഒരുപാട് സമയം അതിൻ്റെ പേരിൽ കളയുന്നതിനപ്പുറത്ത് നമ്മൾ പരമാവധി എക്സസൈസുകൾ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ എല്ലാ നിലക്കും നമ്മൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ അതിൻ്റെ അക്കാദമിക്സ്, നമ്മുടെ പഠനം എന്നുള്ളതിൻ്റെ കൂടെ തന്നെ നമ്മൾ പിന്നെ പരിപാലിക്കേണ്ട കാര്യമാണ് നമ്മുടെ ആരോഗ്യവും അതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും പിന്നെ പ്രഥമമായി നമ്മുടെ തലച്ചോറും. അതാണ് ആ ഒരു തലച്ചോർ ആ ഒരു ഏതാനും മണിക്കൂറുകൾ, എക്സാമിൻ്റെ ഏതാനും മണിക്കൂറുകൾ ഒന്ന് പണിമുടക്കിയാൽ അല്ലെങ്കിൽ അതൊന്ന് ഡൗൺ ആയാൽ എല്ലാം നമ്മൾ പഠിക്കുന്ന എല്ലാം വെറുതെ ആയിപ്പോലെ. അതുകൊണ്ട് അത് പരമാവധി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷണവും ഉറക്കവും അതേപോലെ തന്നെ മറ്റ് എക്സസൈസുകളുമെല്ലാം ഒരു ബാലൻസിൽ കൊണ്ടുപോകാനും ഒരു തരത്തിലും ഒരു ഓവർലോഡായി ഒരു പ്രശ്നത്തിലേക്ക് പോകാത്തൊരവസ്ഥയും ഉണ്ടാകാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് പരീക്ഷാ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റു സമയത്തും ഇതൊക്കെ ബാധകമാണ്. പക്ഷേ പരീക്ഷാ കാലഘട്ടത്തിൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഈ വിഷയങ്ങളിൽ ശ്രദ്ധ വേണം എന്നുള്ളത് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും ഒരുപാട് ഇത്തരത്തിലുള്ള ബയോലോകം വളരെ വിശാലമാണ്. കാരണം അത് നമ്മുടെ ജീവനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. മറ്റ് ബയോലോകത്തിലെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.